ടാറ്റയുടെ ക്രിയേറ്റീവ് 45 എന്നുള്ള ഒരു വാഹനം എന്നോടൊപ്പം കൂടിയിട്ട് 4 മാസമാകും. ഏകദേശം നല്ല ഉപകാരമാണ്. 1 കിലോമീറ്ററിന് ഏകദേശം 80 പൈസ വെച്ചൊക്കെ ആവുന്നുള്ളൂ. ഏകദേശം 8000 കിലോമീറ്ററോളം അത് എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പോകാനിടയായി. അപ്പോൾ 2-3 ചാർജിങ് കൊണ്ട് ബാംഗ്ലൂർ എത്തി. ക്രിയേറ്റീവ് 45 എന്നുള്ള 45 കിലോ വാട്ട് ബാറ്ററി ആയതിനാൽ അവർ ഓഫർ ചെയ്യുന്ന കാരണം 490 കിലോമീറ്ററോളമൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഒരു 400-420 റേഞ്ച് ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ ലഭിക്കുകയുണ്ടായി. വളരെ നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ ഡെയിലിയുള്ള എനിക്കൊരു 600 രൂപയുടെ പെട്രോളൊക്കെ ദിവസം ആവുന്നു. ചില ദിവസങ്ങൾ 1000 രൂപയുടെ പെട്രോളും ആയിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് വളരെയധികം ചുരുങ്ങിയിട്ടുണ്ട്. അതൊരു 100 രൂപയ്ക്കകത്ത് നിൽക്കും. ചിലപ്പോൾ ഒരു ദിവസം ഒരു 100 കിലോമീറ്റർ ഓടിയാൽ 100 രൂപ എന്നുള്ള കണക്കിൽ പോകുന്നു. ഒരു സോളാറും പിടിപ്പിച്ചിട്ടുള്ളതിനാൽ ആ സോളാറിൽ നിന്നും നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോളാറും ഒരു ദിവസം 12 കിലോ വാട്ട് വരെ സോളാറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നല്ല ഒരു എഫക്റ്റീവ് യൂസാണ് ഇപ്പോൾ ഇതിനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ കാറ് നമുക്ക് ഇലക്ട്രിക്കലിലേക്കെല്ലാം തിരിഞ്ഞാൽ നന്നായിരിക്കും. ഒരുപാട് നമുക്ക് അറിയില്ല. പക്ഷേ ഇതിൻ്റെ കംപ്ലയിൻസുകൾ ഇപ്പോൾ ബാറ്ററി തന്നെ 15 ഇയർ വാറണ്ടി ഇപ്പോൾ ഇവരിതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 15 ഇയർ വാറണ്ടി. അത് ക്രിയേറ്റീവ് 45 എന്നുള്ള ഒരു മോഡൽ മുതലാണ് ഇവർ ഈ ബാറ്ററി അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനം നമുക്ക് നല്ല ഉപയോഗമാണ്. ഇത് പല കാര്യങ്ങൾക്കും നമുക്ക് ഒരു പേടി കൂടാതെ കൊണ്ടുപോകാം. പലർക്കും ഇലക്ട്രിക്കൽ വാഹനം വാങ്ങുമ്പോൾ അത് വാങ്ങാൻ പറ്റുകയില്ലോ എന്നൊക്കെ അറിയാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു പഴയ സ്പെയർ കാർ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതും ഇവിടെ ഇട്ടിട്ടുണ്ട്. സോളാറും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കറണ്ട് ചാർജ് സോളാർ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഒരു 12,000 രൂപയുടെ കറണ്ട് ചാർജ് വരുന്നുണ്ട്. സോളാർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ആ ബില്ല് ഒരു 3 കിലോ വാട്ടിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. അതൊരു 1800 രൂപയുടെ ബില്ല് വരുന്നുണ്ട്. 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ 5 കിലോ വാട്ട് പാനൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നല്ല എഫക്റ്റീവാണ് വാഹനം. നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല എഫക്റ്റീവാണ്. നമ്മൾ മടിച്ചു നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല. ഇതൊരു 10-16 ലക്ഷം രൂപ വില വരും. പക്ഷേ ഇത് നമുക്ക് റണ്ണിങ് ദിവസം ഒരു 100 കിലോമീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇതിനകത്ത് നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ധൈര്യത്തോടു കൂടി വാങ്ങിക്കാം. പലർക്കും ഇലക്ട്രിക്കൽ കാർ വാങ്ങുമ്പോൾ അത് തകരാറുകളുണ്ടാകും. ആദ്യകാലത്ത് ടാറ്റയ്ക്ക് പല തകരാറുകളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ടാറ്റ ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്നതെന്ന് പറയുന്നു. ബാറ്ററിക്ക് എന്തായാലും ലൈഫ് ടൈം വാറണ്ടിയൊക്കെ അവർ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം പരിഹരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഞാനിത്ര 3-4 മാസം കൊണ്ടുള്ള ഉപയോഗത്തിൽ വളരെ തൃപ്തനാണ്. 8000 കിലോമീറ്റർ അടുക്കുന്നു. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഫസ്റ്റ് സർവീസിന് ഒരു പൈസ പോലും അവർ വാങ്ങിയിട്ടില്ല. പക്ഷേ അടുത്ത സർവീസും ഫ്രീ തന്നെയാണെന്നാണ് തോന്നുന്നത്. ടയർ റൊട്ടേഷന് അധികം ചിലവുകളൊന്നും സർവീസിനൊന്നും വരുന്നില്ല. സർവീസ് ഒരുവിധം ഇതുവരെയും പരാതിയില്ല. നേരത്തെ ഞാൻ കൊടുത്തിരുന്ന ടാറ്റ നെക്സോൺ